ഹായ്, ഓട്ടോ മലയാളത്തിലേക്ക് സ്വാഗതം. മാരുതി അവരുടെ CNG സ്വിഫ്റ്റ് ലോങ് ഡ്രൈവിന് വന്നതാണ്. അപ്പോൾ ലോങ് ഡ്രൈവ് രണ്ട് തരത്തിൽ ടെസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നല്ല കുത്തുകയറ്റത്തിലേക്ക്, രണ്ട് നമ്മുടെ സാധാരണ ഹൈവേയിലേക്ക്. അതിന് മുന്നോടിയായിട്ട്, ഈ ഡ്രൈവിന് മുന്നോടിയായിട്ട് ശരിക്കും സ്വിഫ്റ്റ് ഡെയിലി ഉപയോഗിക്കുന്ന ഒരാളുടെ ഫീഡ്ബാക്ക് കേൾക്കാം. റോയൽ എൻഫീൽഡിലെ സ്റ്റാഫായ സൂരജിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കറക്റ്റ് അറിയാം. സൂരജേ, നമസ്കാരം. ഡയറക്റ്റായിട്ട് കാര്യം ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് CNG? ഒരു ഞെട്ടിച്ചൊരു വണ്ടിയാണ് ശരിക്കും എല്ലാ അർത്ഥത്തിലും. കാരണം എനിക്ക് അത്യാവശ്യം നല്ല കിലോമീറ്റർ ഒരു ദിവസം സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വീട് ചേർത്തൽ എൻ്റെ വൈഫിനൂടെ ഇവിടെ കട്ടപ്പന ഭാഗമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് ഫ്യൂൽ എക്സ്പെൻസ് എനിക്ക് ഒരു മാസം നോക്കിയാൽ ഒരു 7,000 to 10,000 റുപ്പീസൊക്കെ ഞാൻ ഫ്യൂൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്താണ് ഞാൻ ഈ CNG, എൻ്റെ ഫ്രണ്ടുണ്ട് ഡെൽജോ, പുള്ളിക്കാരനാണ് ശരിക്കും CNG ഒരു ഇൻട്രസ്റ്റ് എനിക്ക് തന്നെ. പിന്നെ ഞാനത് റിയൽ ലൈഫിൽ എത്രത്തോളം പ്രാക്ടിക്കലാണെന്നൊക്കെ പലപ്പോഴും ആലോചിക്കും. എന്നാൽ പക്ഷേ ഈ CNG ഒരു എക്സ്പ്ലോസീവ് ഒക്കെ ആയിട്ടുള്ള പ്രശ്നം പല വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കിയിട്ട് കുറേ നാൾ മടിച്ചു. പിന്നീട് അത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഞാൻ ഭയങ്കര സൂപ്പർ ഹാപ്പിയാണ്. എനിക്ക് ഓരോ പ്രാവശ്യം ഫ്യൂൽ അടിക്കുമ്പോഴും ഒരു മനസ്സിലൊരു പുഞ്ചിരിയാണ്, ഒരു സന്തോഷമാണ്. ഒരു 600-700 രൂപ ഉണ്ടെങ്കിൽ എങ്ങനെ വിളിച്ചാലും ഒരു 2-3 ദിവസം ഓടും. ഒരു 28 എബോവ് ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. 20 എബോവ് എന്ന് പറയുമ്പോൾ നോർമൽ റോഡിലാണോ? 28 CNG കിട്ടും. നോർമൽ സിറ്റിയിലേക്ക് വന്ന് 26 ആവും. നമുക്ക് ഈ CNG റേഞ്ച് കാണിക്കില്ല, റേഞ്ച് കാണിക്കുന്നില്ല അല്ലേ? ടാങ്ക് ടു ടാങ്ക് ആണ് കാണിക്കുന്നത്. എന്നാലും ഒരു ടാങ്കിലും മാക്സിമം ഒരു 200 എബോവ് എങ്ങനെ വിളിച്ചാലും ഓടും. അതെ, ഹൈ റേഞ്ചിലേക്ക് ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്കുള്ള ഡൗട്ട് എന്ന് വെച്ചാൽ CNG വലിവ് കുറവുണ്ടോ, കരുത്ത് കുറവുണ്ടോ എന്നൊക്കെയാണ്. ഇപ്പം ഈ ഹൈ റേഞ്ച് ഒക്കെ ഓടിക്കുന്നവർക്കും CNG ഒരു വലിവ് കുറവാന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ CNGക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം ഒരു 100 km/h ഒക്കെ സഞ്ചരിക്കാനുള്ള പവറും അതിനുള്ള ഒരു ടോർക്കും ഒക്കെ ഈ വണ്ടിക്കുണ്ട്. ശരിക്കും CNGയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞാലേ ഇതറിയുള്ളൂ. വലിവ് മടുപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അത് നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല. അത്യാവശ്യം ഒരു ഹാപ്പിനെസ് ആണ് ഈ വണ്ടി. 3 സിലിണ്ടർ എഞ്ചിനായിട്ടും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇനിഷ്യലൊക്കെ എടുക്കുമ്പോൾ ഒരു ചെറിയൊരു വൈബ്രേഷൻ്റെ ഉണ്ട്. ഇപ്പം ഞാൻ ഈ വണ്ടിയായിട്ട് കഴിഞ്ഞ വീക്ക് പോണ്ടിച്ചേരി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ലോങ് ഹൈവേസിലൊക്കെ ഒരു 120 എബോവ് അത്ര കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു 100 കിലോമീറ്ററിലൊക്കെ സഞ്ചരിച്ച് പോകാൻ വളരെ ആപ്റ്റാണ്. സൂരജിന് ഒരു ഇന്നോവ ഹൈക്രോസ് ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഇതൊരു സെക്കൻഡ് വണ്ടി ആയിട്ടാണോ കൺസിഡർ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. അതൊരു ഫാമിലി ആയിട്ടൊക്കെ പോകാനുള്ള അവസരങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. ഡെയിലി ഇതിലാണ് സഞ്ചരിക്കുന്നത്. ശരി. ഹൈക്രോസ് സെക്കൻഡ് വണ്ടിയാണ്. ഇതാണ് ശരിക്കും ഉപയോഗത്തിനുള്ള വണ്ടി. തീർച്ചയായിട്ടും വേറൊരു ഓപ്ഷൻ ചിന്തിക്കാം. ഇതിലെല്ലാ രീതിയിലുള്ള കംഫർട്ടും ഒക്കെ ഉണ്ട്. എനിക്ക് എന്തുകൊണ്ടും ഹാപ്പിയാണ്. സൂരജ്, വണ്ടിയുടെ ഡ്രൈവിങ്ങിന്റെ ഒരു ഫീൽ എങ്ങനെ? ഡ്രൈവിങ് നല്ല സ്പോർട്ടിയാണ് ഓടിക്കാൻ. നല്ല നമുക്ക് ഒരു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു പോണ്ടിച്ചേരി തഞ്ചാവൂരൊക്കെ ഡ്രൈവ് പോയിട്ടാണെങ്കിലും അത്യാവശ്യം നല്ല ഓടിച്ച് പോവാൻ ദൂരം. നമുക്ക് അങ്ങനെ ഒരു ടയർഡ്നെസ് ഒക്കെ കുറവാണ്. ഞാൻ റൂമൊന്നും എടുത്ത് സ്റ്റേ അടിച്ചിട്ടുള്ളതല്ല, ഫുൾ വണ്ടിയിലായിരുന്നു. കാരണം ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് 10 മണിയാകുമ്പോൾ പോയിട്ട് തിങ്കളാഴ്ച വെളുപ്പിന് 4 മണിയാകുമ്പോൾ തിരിച്ചു വന്നു. ഏകദേശം 1000 കിലോമീറ്ററിനടുത്ത് ഓടി. അപ്പൊ ഞങ്ങള് ഫുള്ളും വണ്ടിയിലായിരുന്നു. അപ്പൊ വണ്ടിയിലാണെന്ന് വെച്ചാല് വണ്ടിയിൽ തന്നെയാണ്. പിന്നെ ഒന്ന് റിഫ്രഷ്മെന്റിനൊക്കെ പമ്പിലൊക്കെ പോകുന്നത്. അപ്പൊ അത്രയും ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട്. നല്ല കംഫർട്ടായിരുന്നു. അടുത്ത ദിവസം ഒന്ന് ജോലിക്ക് ഡയറക്റ്റ് കയറി. എന്നുവെച്ചാൽ അതിന്റെ ഒരു അങ്ങനെ ഒരു തളർച്ചയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് എന്നൊക്കെ പറയണമെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ ഈ കോർണറിങ് ഭയങ്കരമായിട്ട് ഇപ്പം ഹില്ലി ഏരിയാസിലൊക്കെ ഉണ്ടല്ലോ, ഈ വളവും തിരിവും കൂടുതലുള്ള കർവി ആയിട്ടുള്ള റോഡ്സില് നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് അത്ര എങ്ങൊരു ഇത് ഫീൽ ചെയ്യില്ല. അത് ശരിയാണ്. അപ്പം കാരണം ഇതിന്റെ സീറ്റ് കുറച്ച് നിവർന്നിട്ടാ, അത്രയും ബാക്കിലേക്ക് ആഞ്ഞിട്ടല്ല, കുറച്ച് അപ്രൈറ്റ് ആണ്. അപ്പം ഞാൻ ഭയങ്കര സ്പീഡിലൊക്കെ പോയി, അതൊക്കെ കൊണ്ടാണ് അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായ. പക്ഷേ സ്ട്രെയിറ്റ് റോഡ്സിലൊക്കെ വണ്ടി നല്ല സ്മൂത്താണ്. ഡെയിലി ലൈഫിൽ ഞാൻ കഴിഞ്ഞ ദിവസം വലിയ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ, നമ്മൾ മാനുവൽ ഓടിക്കുമ്പോൾ
നമുക്ക് എല്ലാവർക്കും പെട്രോൾ വണ്ടി ആദ്യം തുടക്കത്തിൽ നിന്ന് പോകുന്ന ഒരു വിഷയമുണ്ട്. അപ്പൊ നമ്മൾ ഗിയർ ഇടും, നമ്മളൊരു അല്പം ഒരു ഇച്ചിരി കയറ്റമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വണ്ടി പെട്ടെന്ന് ഓഫ് ആവും. നോർമൽ പെട്രോൾ വണ്ടി എല്ലാം ഒരു ചെറിയ കയറ്റത്തിൽ നമ്മൾ ഇച്ചിരി കാലം കൊടുക്കാൻ ഒരു ടൈമിങ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ വണ്ടി ഒന്ന് അപ്പൊ തന്നെ ഇപ്പൊ എന്റെ അനിയന്റെ വൈഫൊക്കെ ആണെങ്കിലും മാനുവൽ എടുക്കണ്ട എന്ന് പറയുന്നത്, മാനുവൽ വണ്ടി വേണ്ട, മാനുവൽ എപ്പോഴും ഓഫ് ആവും. പക്ഷെ ഈ വണ്ടിക്ക് എനിക്കൊരു ഫീച്ചറായിട്ട് തോന്നിയത്, നമ്മളിപ്പം ഫസ്റ്റ് ഇട്ടു, നമ്മൾ കയറ്റത്തിൽ ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കാല് കൊടുത്താണ് നമ്മൾ എപ്പോഴും ക്ലച്ച് റിലീസ് ചെയ്യുക. ഇതിനങ്ങനെ വേണ്ട, ക്ലച്ച് ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യുമ്പോൾ ഒരു 3 seconds ഈ വണ്ടി ആ ഇതിൽ തന്നെ ഹോൾഡ് ചെയ്ത് അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ആവും. നമുക്ക് ഈ ക്ലച്ചിന്റെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കണ്ട. ഡെയിലി വണ്ടി ഓടിക്കുന്നവർക്ക് അത് വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു ലേഡീസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഫേസ് ചെയ്യുന്നത് ഇത് ഞാൻ ഫസ്റ്റ് ഇട്ട് എടുക്കുമ്പോൾ തന്നെ ഓഫ് ആവും. അതില്ല, ഭയങ്കര സ്പോർട്ടി കേട്ടോ. ഞാൻ എറണാകുളത്ത് നിന്ന് കോട്ടയം വരെ ഓടിച്ചു വന്നിട്ടേ നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യണില്ല. ഒരു ഫ്രഷ്നെസ് ഉണ്ട് വണ്ടിക്ക് എപ്പോഴും. ഈ ഒരുപാട് പേരിപ്പം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഷോറൂമിൽ ഒരാൾ വന്നായിരുന്നു. അപ്പം പുള്ളിയും ഇതിനെപ്പറ്റിയുള്ളൊരു ഡെയിലി ലൈഫിന് പറ്റുമോ, ഇതിൻ്റെ ബൂട്ട് സ്പേസ്, ഇതിൻ്റെ CNGയുടെ ഫില്ലിങ് എത്രത്തോളം ഉണ്ട്, ഒരു ഫില്ലിങ്ങിൽ എത്ര കിലോമീറ്റർ പോകും, ഇതൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ നോർമലി ഒരു വണ്ടി ഉപയോഗിക്കുന്ന എല്ലാവരും ഫുൾ ടാങ്ക് അടിക്കുന്നവരായിരിക്കില്ല. 1000 രൂപയിലടിക്കും, അതിലങ്ങ് യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്ക്, ഒരു ആവറേജ് ഒരു ഫാമിലി ഉള്ള ഒരാൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വൺ ഓഫ് ദി ബെസ്റ്റ് നല്ല വണ്ടിയാണ് അല്ലേ? 100%. മാരുതി ക്ലെയിം ചെയ്ത കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി ഒരു പെട്രോൾ കാറിൽ 1000 രൂപയ്ക്ക് അടിക്കുകയാണെങ്കിൽ ഇതിന് 150 രൂപ കുറച്ചടിച്ചാൽ. അതെ, അത്രയൊന്നും ആവില്ല. അത്രയാവില്ല അല്ലേ? അത്രയൊന്നും ആവില്ല. ഇപ്പൊ എനിക്ക് നേരത്തെ ഫോർഡിന്റെ ഗ്ലോബൽ ഫിയസ്റ്റ ആയിരുന്നു. അത് എപ്പോഴും ഒരു 100-110 റേഞ്ച് കാണിച്ചിരുന്നത്. ഇത് 200-ന് മേളിൽ പോവും. 250 കിലോമീറ്റർ ഓടും. 1000 രൂപയ്ക്കാണ് അടിക്കുന്നത്. പക്ഷെ 1000 രൂപയ്ക്ക് ഇതിൽ കയറില്ല. എപ്പോഴും ഈ CNGയുടെ ടാങ്കിന്റെ പ്രഷർ ഒരു 7-8 kg ആണ് എപ്പോഴും ലോഡ് ആവുന്നത്. 9.9 ആണ് അവര് പറയുന്നത്. പിന്നെ ഒരു മൾട്ടി ഫ്യൂൽ ആണ് നമ്മൾ. പിന്നെ ഒരു മെയിൻ കൺസേൺ, ഞാൻ ഒരു ഓട്ടോമൊബൈൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ ഈ CNGയിൽ മാത്രമാണ് ഈ വണ്ടി ഓടുക എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെയല്ല, ഇതൊരു മൾട്ടി ഫ്യൂൽ ആണ്. CNG തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ 35 ലിറ്റേഴ്സ് ബാക്കപ്പ് ഉണ്ട്. അതിൽ നമുക്ക് 20 above മൈലേജും ഈ വണ്ടി തരുന്നുണ്ട്. ചില സിറ്റിയിൽ ഉപയോഗിക്കാനൊക്കെ CNG ഉപയോഗിക്കുക. ഓക്കെ, അത്യാവശ്യം കുറച്ച് പവറൊക്കെ വേണം. ഒരു 20 bhp കൂടി കൂടും പെട്രോളിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതെ, അപ്പം ശരിക്കും അതൊക്കെ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ CNG ടെസ്റ്റ് റൈഡ്സ് അധികം എനിക്ക് ടെസ്റ്റ് റൈഡ് ഉണ്ടായിരുന്നില്ല. എമിഷൻസും കുറവാണ്. സേഫ് ഗ്യാസ് ആണ് CNG. കൂടുതലും ഈ നമ്മുടെ സൈഡിലേക്കൊക്കെ കോട്ടയം ഭാഗത്താണ് ഇപ്പൊ കുറവ്, പക്ഷെ ആയി വരുന്നുണ്ട്. നമ്മളെ ഒരു ഹൈബ്രിഡ് കാർ, ഇലക്ട്രിക് കാർ, ഇതൊക്കെ ആയിട്ട് CNG കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത്? അതായത് ഇലക്ട്രിക് കാർ എനിക്ക് തോന്നുന്നു ഒരു 10-13 ലക്ഷം രൂപയാവും ഒരുവിധം കൊള്ളാവുന്ന ഓപ്ഷൻസ് ഒക്കെ ഉള്ളൊരു വണ്ടി ഇറക്കും. നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഇന്ന ദൂരം തൊട്ട് ഇന്ന ദൂരം വരെ കൃത്യമായിട്ട് ഞാൻ പോകുള്ളൂ എന്നൊരു അടുക്കും ചിട്ടയൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് വളരെ ആപ്റ്റാണ്, കറക്റ്റാണ്. പക്ഷേ സാധാരണക്കാരിൽ എത്ര പേർക്ക് അങ്ങനെ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ഇന്ന് തീരുമാനിക്കുകയാണ്, ഇന്ന് സ്ഥലത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചാർജ് ചെയ്താൽ ഒറ്റ ചാർജിന് എത്ര വരെ പോകും, അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകാൻ പാടാണ്. അതുകൊണ്ടാണ് ശരിക്കും സാധാരണക്കാർ EV എടുക്കുമ്പോൾ ഉള്ളൊരു കൺസേൺ. അപ്പോൾ ഈ റേഞ്ച് ആങ്സൈറ്റി എപ്പോഴും നമ്മൾ വഴി നിന്ന് പോകുമോ? ഇപ്പോൾ ചില വണ്ടികൾക്ക് 20% ആകുമ്പോൾ തന്നെ AC കട്ടാവും. നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന വണ്ടിയിൽ നമുക്ക് കോൺഫിഡൻസോടെ പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൽ കാര്യമില്ല. CNGയുടെ കോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ 87 രൂപയാണ്, 87 ഇവിടെയുള്ള പെർ kg കോസ്റ്റ്. അതിലാണ് നമ്മൾ ഈ പറയുന്ന 29-30 കമ്പനി ക്ലെയിം ചെയ്യുന്നത് 32-35 ആണ് അവരുടെ ക്ലെയിംഡ് മൈലേജ്. അത്രയും മൈലേജ് ഇത് ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷെ നോർമൽ ലൈഫിൽ ഒരു 28 above എന്തായാലും കിട്ടുന്നുണ്ട് എനിക്ക്. EVയുടെ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഇൻട്രസ്റ്റേ വരുള്ളൂ ശരിക്കും ഇതിന് ഒരു എണ്ണ അടിക്കാൻ. അപ്പം അത് വെച്ച് നോക്കണില്ല. ഇത് എത്ര എന്താ പറയാ, പിന്നെ ഇതിന് പൊല്യൂഷനൊക്കെ വളരെ കുറവാണ്. ഇതിനെ പറ്റിയൊക്കെ നമ്മള് കോള് കത്തിക്കും, അതിന് 70% എപ്പോഴും കോൾ കത്തിച്ചിട്ട് തന്നെയാണ് ഇന്ത്യയുടെ. അതിന് അത്രയും പൊല്യൂഷൻ ഉണ്ട്. നമ്മൾ അവിടുന്ന് കോള് കത്തിച്ചിട്ട് ഇവിടെ ഇതിലാണ് ബാറ്ററി ഓടിക്കുന്നോണ്ട് കാര്യമില്ല. പിന്നെ ബാറ്ററിയും ഒരു അതിന്റെ റീസൈക്ലിംഗ് പ്രോസസ്സിലൊക്കെ ഭയങ്കര പൊല്യൂഷനൊക്കെ. പക്ഷെ CNG അങ്ങനെയൊന്നുമില്ല. പെട്രോളിനെ അപേക്ഷിച്ച് എമിഷൻസ് വളരെ കുറവാണ്. അപ്പം പുതിയ വണ്ടിയിൽ CNG ഉള്ളത് എടുക്കാൻ ഞാൻ 100% എല്ലാവരും റെക്കമെൻഡ് ചെയ്യും. ശരി.